തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ശ്രീകണ്ഠ ശാസ്താവ് ശനിദോഷ നിവാരണത്തിന് പേരുകേട്ട അമ്പലം. നീരാഞ്ജനപ്രിയനായ സ്വാമി അയ്യപ്പൻ. അനന്തപുരിയുടെ ഹൃദയഭാഗത്ത് കുടികൊള്ളുന്ന സ്വാമി അയ്യപ്പനായ ഭഗവാന് നീരാഞ്ജനം നടത്തിയാൽ തീരാത്ത ശനിദോഷമില്ലെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന നാട്ടിലുള്ളതാണ്, അയ്യപ്പൻ്റെ അടുത്തുള്ളതാണ്. ഞാൻ എന്നും അമ്പലത്തിൽ ഇവിടെ വരുന്നുണ്ട്. ഒരു നേരമെങ്കിലും ഞാൻ വന്ന് തൊഴുതിട്ട് പോകും. എൻ്റെ വീട്ടിൽ ഇരുന്നാലും ഇതിൻ്റെ ശബ്ദവും മുഴക്കവും നിർമ്മാല്യവും ദീപാരാധന ഉഷപൂജ എല്ലാം എനിക്ക് കേൾക്കാം. വൈകുന്നേരം നട തുറക്കണതും എനിക്ക് വലിയ കേൾക്കാം. ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് തൊഴാൻ തുടങ്ങിയിട്ട് 40-45 വർഷം കൊണ്ട് രാവിലെയും വൈകുന്നേരവും 2 നേരം തൊഴാൻ വരും. അങ്ങനെ ഇവിടെ കെട്ടിറങ്ങിയിട്ട് ഒരു 10-25 വർഷം കൊണ്ട് കെട്ടിറങ്ങിയിരിക്കുകയാണ്. പക്ഷേ അത്ര നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. എല്ലാ ഭരണവാഹികളും ഭാരവാഹികളും എല്ലാം നല്ല രീതിയിലാണ് പ്രവർത്തനം. തത്വമസിപ്പൊരുളായ അയ്യപ്പസ്വാമിക്ക് പ്രത്യേക ശനീശ്വര പൂജയും മറ്റു വിശേഷ പൂജകളും അഭിഷേകങ്ങളും നടത്തുന്നുണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠ വെച്ചാൽ ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിലേക്ക് പ്രതിഷ്ഠിക്കാൻ കൊണ്ടുവന്ന വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതായത് അവിടുത്തെ ശ്രീകോവിലിൻ്റെ ഇതും വലിപ്പം നോക്കുമ്പോൾ അത് കറക്റ്റാവാത്തതാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത്. അപ്പോൾ എത്രയും ശബരിമലയിലേക്ക് അവിടെ പ്രതിഷ്ഠിക്കാൻ വെച്ച അയ്യപ്പസ്വാമിയുടെ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. അതുമാത്രമല്ല ഇവിടുത്തെ ഭഗവാന്റെ ചൈതന്യം എന്ന് വെച്ചാൽ എത്രയും ഇത് നമുക്ക് പൂജ ചെയ്യുമ്പോൾ നമുക്കത് അറിയാൻ സാധിക്കും. അത്രയും മഹത്തായ അയ്യപ്പ വിഗ്രഹമാണ് ഇവിടെ. ഇവിടുത്തെ വിശേഷ വഴിപാട് എന്താ വെച്ചാൽ മലയാള മാസത്തിൽ ആദ്യത്തെ ശനിയാഴ്ച നടത്തുന്ന ശനീശ്വര പൂജയാണ്. ശനിദോഷം മാറാൻ വേണ്ടിയിട്ട് നിറയെ ഭക്തർ കഴിപ്പിക്കുന്ന പൂജ ശനീശ്വര പൂജ. അതായത് വൈകുന്നേരം 5:30 മണിക്ക് ആണ് ശനീശ്വര പൂജ ഇവിടെ തുടങ്ങുന്നത്. ഇവിടെ വലിയ പത്മമിട്ട് പൂജയാണ്. ശനിദോഷം മാറാൻ വേണ്ടി എല്ലാ ഭക്തജനങ്ങളും ഇവിടെ എല്ലാ ഭക്തജനങ്ങളും ഇവിടെ ശനീശ്വര പൂജയൊക്കെ കൊടുക്കാറുണ്ട്. മണ്ഡലകാലത്തിൽ ഇവിടെ വിശേഷ പരിപാടികൾ, വിശേഷ നെയ്യാഭിഷേകങ്ങൾ, അതേപോലെ വിശേഷ പൂജകൾ, ഉദയാസ്തന പൂജയാണ് ഇവിടുത്തെ മണ്ഡലകാലത്തെ വിശേഷമായ പൂജകൾ. മകരവിളക്ക് വരെ ഇവിടെ ഉദയാസ്തന പൂജകൾ ഇവിടെ എല്ലാ ഭക്തജനങ്ങളും ഇവിടെ ദിവസം ബുക്ക് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ മണ്ഡലമാസത്തിൽ ഇവിടെ ബുധൻ ശനി കഞ്ഞിവെത്ത് ഇവിടെ വിശേഷ പരിപാടിയാണ് ഇവിടെ ഉണ്ട്. രാത്രി 8 മണിക്കാണ് ഇവിടെ കഞ്ഞിവെത്ത് പരിപാടിയുള്ളത്. പിന്നെ അതുപോലെ മകരവിളക്കിൻ്റെ അന്ന് ഇവിടെ പൊങ്കാലുണ്ട്, ദേവിക്ക് ഇവിടെ പൊങ്കാലയുണ്ട്. പിന്നെ ഉത്സവം ഇവിടെ അതായത് ഡിസംബർ 25, 26, 27 ദിവസങ്ങളാണ് ഇവിടെ ഉത്സവം ഉള്ളത്. വിശേഷ ആനപ്പുറത്ത് എഴുന്നള്ളിപ്പുണ്ട്, പറയെടുപ്പ് 1-ാം ദിവസം ഉത്സവത്തിന്. 3-ാം ദിവസം മണ്ഡല വിളക്കിൻ്റെ അന്ന് ഇവിടെ തന്ത്രിദ്ദേഹം വന്ന് ഇവിടെ വിശേഷ നെയ്യഭിഷേകം, അതുപോലെ കലശാഭിഷേകം എന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഗണപതി, മുരുകൻ, ശിവൻ, ദുർഗാദേവി, ബ്രഹ്മരക്ഷസ്, നാഗരും തുടങ്ങിയ ഉപദേവന്മാരോടുകൂടിയാണ് ഭഗവാൻ വട്ടിയൂർക്കാവിൽ വാഴുന്നത്. നാടിന്റെ പേര് പോലും അമ്പലത്തിന്റെ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്നു. അമ്പലത്തിന്റെ സേവന പ്രവർത്തനങ്ങൾ അനവധിയാണ്. കേരളത്തിലെ അതിപുരാതനവും പ്രശസ്തവുമായ ശാസ്താക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വട്ടിയൂർക്കാവ് ശ്രീകണ്ഠൻ ശാസ്താക്ഷേത്രം. ശനിദോഷ നിവാരണത്തിന് വേണ്ടി തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് വട്ടിയൂർക്കാവ് ശ്രീകണ്ഠൻ ശാസ്താക്ഷേത്രം. വട്ടിയൂർക്കാവ് എന്നുള്ള നാമധേയം, ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. വട്ടിക്കാവ്, വട്ടിയിലുണ്ടായിരുന്ന ഒരു വിഗ്രഹം, അതിനെ പൂജിച്ചു വരികയും അതിനെ പിന്നെ ക്ഷേത്രം നിർമ്മിച്ച് അതിനെ ശാസ്താവായി സങ്കല്പിച്ച് ശാസ്താപ്രതിഷ്ഠ നടത്തി പൂജ ചെയ്തു വരുന്ന അമ്പലമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലനാമത്തോട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തെ അറിയപ്പെടുന്നു.
ശനിദോഷ പരിഹാരത്തിന് വേണ്ടി ശനിയാഴ്ച ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ വന്ന് നീരാഞ്ജന വഴിപാട് നടത്തുന്നത്. കൂടാതെ എല്ലാ മലയാള മാസവും ആദ്യത്തെ ശനിയാഴ്ച ശനീശ്വര പൂജ എന്നുള്ള അതിവിശേഷമായ ഒരു ചടങ്ങും മേൽശാന്തിയുടെ നേതൃത്വത്തിൽ നടക്കാറുണ്ട്. അതിലും നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കാറുണ്ട്. ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് ഉത്സവത്തിൻ്റെ കാലഘട്ടമാണ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാത്രി കഞ്ഞിപ്രസാദ വിതരണം. ഏകദേശം 2000-ഓളം ഭക്തജനങ്ങളാണ് ഇവിടെ വന്ന് കഞ്ഞിപ്രസാദം സ്വീകരിച്ച് പോകുന്നത്. അതേപോലെ തന്നെ മകരവിളക്ക് ദിവസവും വിശേഷാൽ പൂജാ കാര്യക്രമങ്ങളും അന്ന് അന്നദാനവും ഒക്കെ ക്ഷേത്രത്തിൽ നടത്തുന്നു. പ്രതിഷ്ഠാ വാർഷികം, അയ്യപ്പൻ്റെ ജന്മനാളായ പൈങ്കിനി ഉത്ര മഹോത്സവം, ഇതാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. അന്നദാന പ്രഭുവായ അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ ബുധനാഴ്ചയും ശനിയാഴ്ചയും നടക്കുന്ന കഞ്ഞിവീഴ്ത്തും പ്രാധാന്യമേറിയതാണ്. നീരാഞ്ജനപ്രിയനായി സർവർക്കും അനുഗ്രഹമരുളി വട്ടിയൂർക്കാവ് വാഴുകയാണ് അയ്യൻ. ഈ പ്രദേശത്തെ ആൾക്കാരുടെ ഒരു അഭയകേന്ദ്രം കൂടിയാണ്. ഈ ക്ഷേത്രത്തിൽ ഒരു വർഷം നമ്മൾ 10 വിദ്യാർത്ഥികളെ ദത്തെടുത്ത് പഠിപ്പിക്കുന്നു. അവരുടെ പഠന ആവശ്യത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അതിനുള്ള പൈസ മുഴുവനും ക്ഷേത്ര ഫണ്ടിൽ നിന്നാണ് ചെലവഴിക്കുന്നത്. അവരുടെ പുസ്തകങ്ങൾ, അവരുടെ വസ്ത്രം, വിശേഷ ഓണം വരുന്ന സമയത്ത് അവർക്ക് പുതുവസ്ത്രങ്ങൾ കൊടുക്കുക, യൂണിഫോം എടുത്തു കൊടുക്കുക, ട്യൂഷന് ആവശ്യമായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവർ പറയുന്ന സ്ഥലത്ത് നമ്മൾ ട്യൂഷൻ ചെയ്യും. അങ്ങനെ ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ ഇന്ന് വളരെ പ്രശസ്തമായ നിലയിൽ ഉന്നത ഉദ്യോഗം ഭരിച്ച് ഇവിടെ കഴിയുന്ന ധാരാളം കുട്ടികളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഈ 10 കുട്ടികളുടെ പഠനത്തിന് മാത്രം നമ്മൾ ചെലവഴിക്കുന്ന മാത്രമല്ല, അവർക്കൊരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ മാസം നമ്മൾ 500 രൂപ ആ കുട്ടികൾക്ക് കൊടുക്കാം. അങ്ങനെ ഒരു വർഷം നമ്മൾ 10 കുട്ടികളുടെ പഠന കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു, പഠന കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുന്നു. അതേപോലെ വട്ടിയൂർക്കാവിൻ്റെ ചുറ്റളവിലുള്ള നിർധനരായ അസുഖം ബാധിച്ച രോഗികൾ, കിഡ്നി സംബന്ധമായ, ഹാർട്ട് സംബന്ധമായ, ക്യാൻസർ സംബന്ധമായ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഇവിടെ അപേക്ഷ തരികയാണെങ്കിൽ അവരുടെ സാഹചര്യം, അവരുടെ പരിസ്ഥിതി പരിശോധിച്ചിട്ട് അവർ അർഹതപ്പെട്ടതാണെങ്കിൽ അവർക്കൊരു സാമ്പത്തിക സഹായം ഈ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നു. അതേപോലെ വർഷങ്ങളിൽ നടക്കുന്ന ഓണക്കിറ്റ് വിതരണം, ഓണക്കോടി വിതരണം ഒക്കെ ഈ ക്ഷേത്രത്തിൽ, വിദ്യാഭ്യാസത്തിന് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം എല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ അയ്യപ്പ ഭക്തന്മാർ, ഈ ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്ന ഭക്തന്മാർ അകമഴിഞ്ഞ് ഈ ക്ഷേത്രത്തെ സ്നേഹിക്കുകയും നമ്മുടെ എല്ലാ കാര്യത്തിനും അവരുടെ പങ്കാളിത്തം, നിർലോഭമായ സഹായ സഹകരണങ്ങളും ഉണ്ടാകുന്നത് ഈ അവസരത്തിൽ ഞാൻ നന്ദിയോട് സ്മരിക്കുകയും തുടർന്നും അവരുടെ നിർദ്ദേശങ്ങൾ, അവരുടെ സഹായങ്ങൾ കൊണ്ട് ഈ ക്ഷേത്രം കേരളത്തിലെ പ്രശസ്തമായ, വീണ്ടും പ്രശസ്തിയിലേക്ക് പോകുന്ന നിലയിലേക്ക് ഉയർത്താൻ നമുക്ക് സാധിക്കണം. അതിന് എല്ലാ അയ്യപ്പ ഭക്തന്മാരുടെയും സഹകരണം ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു.